നമ്മുടെ നാട്ടിൽ 50 രൂപ വിലയുള്ള ഈ ആക്ഷൻ 5ൻ്റെ ഇവിടുത്തെ റേറ്റ് എത്രയാണ്? ഇവിടെ എത്ര ദിവസം വർക്കിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മേടിക്കാൻ പറ്റും? നമ്മെ മേടിച്ച ആക്ഷൻ 5 ഒരു ക്യാമറ നോക്കാൻ പോയതാണ്. മറ്റേ തുണിക്കടയിൽ പോണ പോലെ അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. ഹലോ ഗുയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി ഇവിടെ കേംബ്രിഡ്ജിൽ കറീസിൽ വന്നേക്കുന്നതാണ് നമ്മുടെ ക്യാമറ എടുക്കാനായിട്ട്. ക്യാമറ ഓസ്മോൻ്റെ ആക്ഷൻ 5 എടുക്കണം, ആക്ഷൻ 5 പ്രോ. നമ്മൾ 2 ദിവസം മുന്നേ വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായി. ഇനി നേരെ ഒന്ന് പോയി കളക്ട് ചെയ്താൽ മതി. ഇതങ്ങോട്ട് കയറുന്ന വഴിക്ക് ടി വിയുടെ സെക്ഷനാണ്. അത്യാവശ്യം നല്ല കുറേ ടി വിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് നേരെ പോയത് സ്പീക്കറിൻ്റെ സെക്ഷനാണ്. കാറിനകത്ത് സിസ്റ്റം മര്യാദകളോ ഇല്ല, അപ്പോൾ കാറിനകത്തേക്ക് വെക്കാൻ വേണ്ടി നോക്കിയതാണ്. JBL ഉണ്ടായി, പിന്നെ മാർഷൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായി. ഇത് നമ്മുടെ റേഡിയോയുടെ സെക്ഷനാണ്. അതായത് ഇവിടെ എല്ലാ വീട്ടിലും ഓരോ പഴയ റേഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരിതാണ്. അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും തോന്നിയത് JBL തന്നെയാണ്. പിന്നെ നേരെ അത് നോക്കി. ഇതാണ് നമ്മുടെ ക്യാമറ കേട്ടോ, ആക്ഷൻ 5. ഡ്രോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഈ ഒരു ക്യാമറയ്ക്ക് നമ്മുടെ നാട്ടിലൊരു 50 രൂപ റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ അത്യാവശ്യം 409 കൊണ്ടും കണ്ടോണം മൊത്തം അഡ്വഞ്ചർ കോമ്പോന് മൊത്തമായത്. ഇത് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ പേയ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കായിട്ട് 11.44 ഉണ്ട് ഒരു മണിക്കൂർ വർക്ക് ചെയ്യണതിന്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു ദിവസം 10 മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 100 മേളിൽ പൗണ്ട് കയറും. അപ്പോൾ ഒരു 4 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇവിടെ 4 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആക്ഷൻ 5 ഒക്കെ എടുക്കാൻ പറ്റും. നമ്മുടെ സ്പീക്കർ അൺബോക്സ് ചെയ്യണ കലാപരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. അടുത്തത് നമ്മുടെ ക്യാമറയുടെ അൺബോക്സിങ് ആണ്. ഇതിനകത്ത് 2 കവറിനകത്തായിട്ട് വരുന്നത്. ഒന്നിൽ ക്യാമറയും ക്യാമറയുടെ ഒരു കവറും വരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ കവറൊക്കെ ആയിട്ടുള്ളത്. പിന്നെ അടുത്തതിൽ മറ്റേ അഡ്വഞ്ചർ കോമ്പോ, അതിൻ്റെ പേരിൽ ബാറ്ററി 3 വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റിക്ക് വരുന്നുണ്ട്. പിന്നെ അത് കാറിനകത്ത് അല്ലെങ്കിൽ ഹെൽമെറ്റ് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാമ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും DJയുടെ. എന്തായാലും അത്യാവശ്യം അടിപൊളിയായിരുന്നു. നമ്മുടെ ക്യാമറ കിട്ടി. അത്യാവശ്യം ഒരു കുഞ്ഞു ക്യാമറയാണ്, നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങുന്ന രീതിയിലുള്ളതാണ്. ഞാൻ അത്യാവശ്യം സൈസ് ഉണ്ടാവുമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ആക്ഷൻ ക്യാമറ നോക്കുന്നത്. ഇത്ര നാളും എൻ്റെ ഫോണിൽ തന്നെയായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചത്. ക്യാമറയുടെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായി. അപ്പോൾ അത്യാവശ്യം നല്ല ക്യാമറയായിട്ട് തോന്നി. അതാണ് പിന്നെ ഒന്ന് ഫോണിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് ക്യാമറയിലോട്ട് മാറാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇനിയുള്ള എല്ലാ വീഡിയോസും ഈ ക്യാമറയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്.